അടുത്തത് 251ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ ഭാഗം 5 ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഏവ? അതിൽ 1 യൂണിയൻ, പാർലമെന്റ്, സുപ്രീം കോടതി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതിൽ 1, 2, 3, 4 ഏതാണ്? ഇതിലുള്ള എല്ലാം ഭരണഘടനയിൽ ഭാഗം 5 ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. ഏതൊക്കെയാണ്? യൂണിയൻ, പാർലമെന്റ്, സുപ്രീം കോടതി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് 252ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിൻ്റെ ഉത്തരം പാർലമെന്റിലെ അധോ സഭയാണ് രാജ്യസഭ. പാർലമെന്റിലെ അധോ സഭയാണ് രാജ്യസഭ എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്തത് 253ാമത്തെ ക്വസ്റ്റ്യൻ. ലോകസഭയിലെ പ്രോട്ടോ സ്പീക്കറെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതിയാണ് ലോകസഭയിലെ പ്രോട്ടോ സ്പീക്കറെ നിയമിക്കുന്നത്. അടുത്ത 254ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏത്? എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അടുത്തത് 285ാമത്തെ ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യയിൽ അവതരിപ്പിച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളെപ്പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. അതിൽ ഒന്നാമത്തത് പുത്തൻ സാമ്പത്തിക നയങ്ങളെ സുസ്ഥിരമാക്കാൻ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അടുത്ത് സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളായിരുന്നു. അടുത്ത മൂന്നാമത്തെ അടവു ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നിവയായിരുന്നു സുസ്ഥിരമാക്കൽ നടപടിയുടെ ലക്ഷ്യങ്ങൾ. അടുത്ത നാലാമത്തത് ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളായിരുന്നു. ഇതിലെ പ്രസ്താവനകളെല്ലാം ശരിയാണ്. 286ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയിലെ രണ്ടാം ഘട്ടമായി അറിയപ്പെടുന്ന കാലയളവ് ഏത്? ഉത്തരം 1969 മുതൽ 1990 വരെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ പഞ്ചവത്സര പദ്ധതികളും കാലയളവും ചുവടെ നൽകുന്നു. ഒന്നാം പദ്ധതി 1950-55, രണ്ടാം പദ്ധതി 1956-61, മൂന്നാം പദ്ധതി 1961-66, നാലാം പദ്ധതി 1966-71. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇതിൻ്റെ കറക്റ്റ് ആൻസർ 2ഉം 3ഉം മാത്രമാണ് ശരി. രണ്ടാമത്തെ ഏതാണ്? 1956 മുതൽ 61 വരെയും മൂന്നാം പദ്ധതി 1961 മുതൽ 66 വരെയും എന്നതാണ് ശരി. അടുത്തത് 258ാമത്തെ ക്വസ്റ്റ്യൻ. ചരക്കു സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 101ാം ഭേദഗതി അനുസരിച്ചാണ് ചരക്കു സേവന നികുതി പ്രാബല്യത്തിലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്ര? 32 ആണ് കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. ശക്തൻ തമ്പുരാന്റെ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിന്റെ ഉത്തരം പുരോഹിത പ്രാധാനികളായി യോഗിയാതിരി പാടിനെ നിയോഗിച്ചു. പുരോഹിത പ്രധാനികളായി യോഗിയാതിരി പാടന്മാരെ നിയമിച്ചു. അടുത്ത 261ാമത്തെ ക്വസ്റ്റ്യൻ. വേമ്പനാട്ട് കായൽ കാട് പിടിച്ച് കിടന്ന പാതിരാമടൽ എന്ന് തിരുത്തി വെട്ടിത്തെളിച്ച് നെല്ലും തെങ്ങും കൃഷി ചെയ്ത് തിരുവിതാംകൂറിലെ ഏത് ദളവയുടെ കാലത്താണ്? ഉത്തരം വേലുത്തമ്പി ദളവയുടെ. അടുത്ത 262ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തരങ്ങേറിയ വിവിധ വിപ്ലവങ്ങളുടെ കാലഗണന പ്രകാരമുള്ള ശരിയായ ക്രമമേത്? അതിൻ്റെ ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധി ചലച്ചിത്രത്തെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിൻ്റെ ഉത്തരം ഗാന്ധിജിയുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ദൃശ്യാവിഷ്കരണം. അടുത്ത ക്വസ്റ്റ്യൻ. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏത്? ഉത്തരം ഖിലാഫത്ത് സമരം. അടുത്ത 265ാമത്തെ ക്വസ്റ്റ്യൻ. കറണ്ട് പോയാലും കമ്പ്യൂട്ടറിലേക്ക് വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം UPS. അടുത്ത 266ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത 267ാമത്തെ ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ. അത് WAP. അടുത്തത് 268ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മഴക്കാലത്ത് ശൈത്യത്തിലും ഇടയിലെ ഇടവേളയായി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ ഇടവേളയെ അറിയപ്പെടുന്നത് ഏത്? വടക്ക് കിഴക്കൻ മൺസൂണാണ് ഇന്ത്യയിലെ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ ഇടവേളയായി അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷികകാലമായ ശൈത്യത്തിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏവ? 1. മാർച്ചിൽ വേനലിന്റെ ആരംഭത്തിൽ വിളവിറക്കുന്നു. 2. ജൂണിൽ മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. 3. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ പ്രധാന വിളകൾ. ഉത്തരം ഇവ 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വൻതോതിൽ പരുത്തി ഉൽപാദനം 1854 ആരംഭിച്ചത് എവിടെ? ഉത്തരം മുംബൈ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് ശാല ഏത്? ഉത്തരം ടിസ്കോ. ടിസ്കോ. അടുത്തത് 272ാമത്തെ ക്വസ്റ്റ്യൻ, 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല സംവരണ മേഖലാ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ പ്രദേശം ഏത്? ഉത്തരം അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്കാണ് ഏതിൽ ഉൾപ്പെടുത്തിയത്? 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല സംവരണ മേഖലാ ശൃംഖലയിൽ. അടുത്തത് 273ാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് ഓട്ടിസ് ജൂനിയർ. അടുത്തത് 274ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം 1857 വിപ്ലവത്തിൽ മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ഖരാഗ്പൂർ ആണ്. രണ്ടാമത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ്, ബോംബെ, മദ്രാസ്. അടുത്തത്, ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔധ്. അടുത്തത് 1859 നേപ്പാളിലേക്ക് പലായനം ചെയ്ത വ്യക്തിയാണ് നാനാ സാഹിബ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ 2, 3, 4 ശരിയാണ്. അതിൽ ഒന്നാമത്തത് മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിൽ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത്? ഉത്തരം നഗോഡകൾ. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ശ്രീകൃഷ്ണനാണ്. അതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാർണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മഹാരാജാവ്? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തെറ്റായ പ്രസ്താവന ഏത്? സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ കനം കൂടുതലാണ്. അതാണ് തെറ്റായ പ്രസ്താവന. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ കനം കൂടുതലാണ്. അടുത്ത 279ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന സവിശേഷതകളിൽ നിന്നും വൻകര ഏതെന്ന് തിരിച്ചറിയുക. ഒന്നാമത്തത്, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തത്, മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം. മൂന്നാമത്തത്, ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നു. ഉത്തരം യൂറോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ മൗണ്ട് കേട്ടുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നതാണ് മൗണ്ട് കേട്ടുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, സന്തോഷം നൽകുന്നത് എന്നർത്ഥം വരുന്ന നദി ഏത്? ഉത്തരം നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. 1. വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശം. രണ്ടാമത്തത്, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം. ഉത്തരം ഫാബർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക.
ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ? അരവിന്ദ് പൻഗരിയ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് അർത്ഥമാക്കുന്നത്? അതിന്റെ ഉത്തരം വളർച്ച എന്നതാണ്. വളർച്ച എന്നതാണ് ഒരു രാജ്യത്തിലെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് അർത്ഥമാക്കുന്നത്. അടുത്തത്, സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അടുത്തത് 286ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വാഹന നികുതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നവയിൽ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം താഴെ തന്നിട്ടുള്ളവ ശരിയല്ലാത്തത് ഏത്? ഉത്തരം പരമാധികാരം, ആഭ്യന്തരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് പ്രധാനമന്ത്രിക്കുള്ള അധികാരം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം താഴെ തന്നിട്ടുള്ളത് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതെല്ലാം? ഓസ്ട്രേലിയ, ഇസ്രായേൽ, ബ്രസീൽ, ന്യൂസിലാൻഡ്. ഇതിൽ ഇസ്രായേലും ന്യൂസിലാൻഡുമാണ് ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങൾ. ഇസ്രായേലും ന്യൂസിലാൻഡും. 292ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ചിരകാല അധിവാസം മുഖേന വ്യക്തിയാണ് മദർ തെരേസ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശം ഏത്? ഉത്തരം അനുച്ഛേദം 15. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ലാത്ത സന്ദർഭം ഏത്? അതിൽ ഒന്നാമത്തത് തടവ് നിയമാനുസരണമാണെങ്കിൽ, രണ്ടാമത്തത് തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ, മൂന്നാമത്തത് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോടതിയ ലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ. ഇത് മൂന്നും ശരിയാണ്. അടുത്തത് 295ാമത്തെ ക്വസ്റ്റ്യൻ, എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? 11 ഇപ്പോഴുള്ളത്. അടുത്തത് 296ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ? തണ്ണീർത്തടങ്ങളാണ് പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചടയമംഗലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അടുത്ത 299ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് ഗോൾജി കോംപ്ലക്സിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം ഏത്? കുഷ്ഠമാണ് ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം.